എല്ലാം കഴിഞ്ഞ് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ, കഫൻ ചെയ്ത് മയ്യത്ത് വീട്ടിൽ നിന്നെടുക്കുമ്പോൾ, ആ മയ്യത്ത് കട്ടിലിന്റെ മുകളിൽ ഈ ആത്മാവ് ഇരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ആത്മാ എല്ലാവരും മയ്യത്ത് കട്ടിൽ ചുമരിലേറ്റി ആളുകൾ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ, പള്ളിയിലേക്ക് പോകുമ്പോൾ, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ആ വീട്ടിൽ നിന്ന് അവസാനത്തെ ഇറക്കം. എത്ര അധ്വാനിച്ചുണ്ടാക്കിയ വീടായ രമ്യഹർമ്യമായിരുന്നു. അതേ സമ്പാദ്യം മുഴുവനും ചെലവഴിച്ചുകൊണ്ടുണ്ടാക്കിയ ഭവനമായിരുന്നു. ആ ഭവനത്തിൽ നിന്ന് അവസാനമായിട്ട് ഇറക്കുമ്പോൾ എത്ര വലിയ കാറുകളും വാഹനങ്ങളും സൗകര്യങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അത് മുഴുവനും അവിടെ വെച്ചുകൊണ്ട് ഈ കട്ടിലിൽ കയറ്റി കൊണ്ടുവരുമ്പോൾ, മോനെ ചിന്തിച്ചിട്ടുണ്ടോ അവസാന യാത്രയ്ക്കുള്ള നിന്റെ വാഹനം എന്നും നിന്റെ പള്ളിയിൽ റെഡിയാ, അതിന് ഇന്ധനം വേണ്ട, അതിന്റെ ഡ്രൈവർമാര് റെഡിയാ. അവസാനം നിനക്ക് യാത്ര ചെയ്യാനുള്ള വാഹനത്തിന്റെ ഇന്ധനത്തിന് വില കൂടുന്നില്ല, ഡ്രൈവർമാർക്ക് സ്ട്രൈക്കില്ല. അത് കൃത്യമായിട്ട് എന്നും പള്ളിയിലേക്ക് ജുമുഅക്ക് പോകുമ്പോൾ ആ ജുമുഅത്ത് പള്ളിയിൽ അവിടെ ക്ഷയാർ ചെയ്യപ്പെട്ട വാഹനം ഒന്ന് കണ്ടൂടെ, ആ വാഹനത്തിലേക്കൊന്ന് നോക്കിക്കൂടെ. കുല്ലുബിനി ഉൻസാവയിൻ തലത്തു സലമതുഹു യൗമൻ അലാ ആലത്തിൻ ഹദ്ബാ മഹ്മൂലു. കാർ വരാത്ത വീടുകളുണ്ടാവാം, ബൈക്ക് പോലും വരാത്ത വീടുകൾ ഉണ്ടാവാം, മറ്റു വാഹനങ്ങൾക്ക് സൗകര്യങ്ങളില്ലാത്ത വീടുകൾ ഉണ്ടാവാം. പക്ഷെ ഈ വാഹനം വരാത്ത വീടുകളില്ല. എല്ലാ വീട്ടിലും വരുന്ന വാഹനം, എല്ലാവരും വീട്ടിലും വരുന്ന വാഹനം, ആ വാഹനത്തിൽ നിന്നെ കയറ്റിയിട്ട് ആളുകൾ നിന്നെ ചുമലിലേറ്റി കൊണ്ടുപോകുമ്പോൾ ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കരയുന്ന ശബ്ദം കേൾക്കാം. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ കരയുന്നുണ്ടാവും, മക്കള് കരയുന്നുണ്ടാവും, പലരും ശ്വാസം അടക്കി പിടിച്ച് കരയുന്നുണ്ടാവും. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന വീട്ടിലേക്ക് നോക്കിയിട്ട് ഈ കട്ടിലിന്റെ മുകളിൽ കിടക്കുന്ന ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട്, ഹബീബ് പഠിപ്പിച്ചു. സയ്യിദുനാ ഉമറുൽ ഫാറൂഖ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ആയിഷ ബീവി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യാ ജമാഅത്തി, എന്റെ കുടുംബമേ, ബന്ധുക്കളെ, എന്റെ കൂട്ടുകാരെ, ലാ തഗറന്നകുമുദ്ദുനിയാ കമാ ഗറത്നി. ഈ ദുനിയാവ് എന്നെ വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കരുത്. ഈ ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും ആർഭാടങ്ങളും ഞാൻ കണ്ടപ്പോൾ ഇതാണ് എന്റെ ജീവിതമെന്ന് ഞാൻ മനസ്സിലാക്കി. ഇവിടെയാണ് സുഖം വേണ്ടത് എന്ന് മനസ്സിലാക്കി, ഇവിടെയാണ് സൗകര്യങ്ങൾ വേണ്ടതെന്ന് മനസ്സിലാക്കി, ഇവിടെയാണ് സുന്ദര വീടുകൾ വെക്കേണ്ടതെന്ന് മനസ്സിലാക്കി. ഈ ദുനിയാവിന്റെ ചുറ്റുപാടുകളിൽ മുഴുകിയിട്ട് ഈ യാത്ര മറന്നുപോയി, എന്റെ വീട് മറന്നുപോയി. എനിക്ക് സംഭവിച്ചത് നിങ്ങൾക്ക് സംഭവിക്കരുത്. ഈ ദുനിയാവ് എന്നെ കളിപ്പിച്ചതുപോലെ നിങ്ങളെ കളിപ്പിക്കരുത് എന്ന് ഈ ആത്മാവ് കട്ടിലിന്റെ മുകളിൽ കിടന്ന് പറയുന്നുണ്ട്. അങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിറങ്ങിയാൽ പള്ളിയിലോ മറ്റോ ഇറക്കി വെച്ചുകൊണ്ട് നിസ്കാരം നടക്കുമ്പോൾ, ആ നിസ്കാരത്തിന് ശേഷം ഒട്ടുമിക്ക ആളുകളും പിരിഞ്ഞു പോകുമ്പോൾ, നിന്റെ കൂട്ടുകാരി പിരിഞ്ഞു പോകുമ്പോൾ, ബന്ധുക്കൾ പിരിഞ്ഞു പോകുമ്പോൾ, കുടുംബാംഗങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ, ഈ കട്ടിലിൽ കിടക്കുന്ന ആത്മാവ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അല്ലാ, ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ മറക്കുമെന്ന് എനിക്കറിയാം. എല്ലാവരും മറന്നു പോകുമല്ലോ. ആരാ മരിച്ചവരെ മറക്കാത്തത്? ഏത് മക്കളാ തന്റെ പ്രിയപ്പെട്ട ഉപ്പയെ മറക്കാത്തത്? ഏത് ഭർത്താവാ ഭാര്യയെ മറക്കാത്തത്? ഏത് ഭാര്യയാ ഭർത്താവിനെ മറക്കാത്തത്? ഏത് കൂട്ടുകാരനാ കൂട്ടുകാരെ മറക്കാത്തത്? മരിച്ചവരെ മറക്കുമെന്നറിയാം, അവരെ ഓർക്കില്ലെന്നറിയാം. പക്ഷേ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എന്റെ മക്കൾക്കും എന്റെ ബന്ധുമിത്രാദികൾക്കും എന്റെ വീടൊന്നു കാണാൻ
എന്റെ വീടിന്റെ അരികിൽ എന്ന് വരാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. എത്ര പെട്ടെന്നാണ് അവരെന്നെ മറന്ന് വിട്ടുപോയത്. ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്, ഈ ദുനിയാവിൽ 10-40 കൊല്ലം എനിക്ക് താമസിക്കാനുള്ള വീട്. ആ വീട് ഉദ്ഘാടനത്തിന്റെ ദിവസം എത്ര താല്പര്യത്തോടെ ആ കൂട്ടുകാർ വന്നിരുന്നത്, എന്റെ ബന്ധുക്കൾ വന്നിരുന്നത്, എന്റെ ഭാര്യ വീട്ടുകാർ വന്നിരുന്നത്, എന്റെ മറ്റു സ്നേഹിതന്മാര് വന്നിരുന്നത്. അതേ സമയത്ത് ഇത് 40 കൊല്ലത്തിനുള്ള വീടല്ല, 400 കൊല്ലത്തിനുള്ള വീടല്ല, ആയിരക്കണക്കിന് കൊല്ലം എനിക്ക് ഒറ്റക്ക് താമസിക്കാനുള്ള ഭവനമാ. ഈ ഭവനത്തിന്റെ അരികിൽ വന്നിട്ട് എന്റെ വീടൊന്നു കാണാൻ, എന്റെ വീടൊന്ന് വിലയിരുത്താൻ എന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞ ആത്മാവ് പൊട്ടിക്കരയുന്നു. വീണ്ടും അവിടുന്ന് കബറിലേക്ക് എടുക്കുന്നു. മയ്യത്ത് കബറിന്റെ കാല് വരുന്ന ഭാഗത്ത് വെച്ചിട്ട് ആ സ്ട്രെച്ചറിൽ നിന്ന് മയ്യത്തെടുത്തിട്ട് സുബ്ഹാനല്ലാഹ്, നല്ല ആരോഗ്യമുള്ള ആഴമുള്ള ഒരാള് ആ കബറിലേക്ക് അങ്ങ് ഇറങ്ങിയിട്ട് ഈ മയ്യത്ത് അങ്ങേറ്റ് വാങ്ങിയിട്ട് ഈ മയ്യത്ത് ചരിച്ച ആ കബറിൽ കിടത്തുന്നത്. ആഖിർ സമാനിലെ മക്കളെ, എങ്ങനെയാ ഇത് നിങ്ങളോട് പറയേണ്ടതെന്നറിയില്ല. ഈ നാട്ടില് എത്ര കൊലകൊൻപന്മാര് കഴിഞ്ഞുപോയി, എത്ര പ്രതാപമുള്ളവർ കഴിഞ്ഞുപോയി, എത്ര മുതലാളിമാര് കഴിഞ്ഞുപോയി, എത്ര സമ്പന്നർ കഴിഞ്ഞുപോയി. നാട് വിറപ്പിച്ചവരില്ലയോ, വില്ലാളി വീരന്മാരില്ലയോ, ഒരു വിരൽ തുമ്പ് കൊണ്ട് ലോകം നിയന്ത്രിച്ചവരില്ലയോ. അവരെല്ലാം ഇന്ന് പള്ളിക്കാട്ടിൽ എത്ര ശാന്തതയോട് കൂടെയാ കിടക്കുന്നത്. ആരെ വീടും വ്യത്യാസമില്ല, എല്ലാവരുടെ വീടും ഒരുപോലെയാ. കോടികൾ ചെലവഴിച്ചാർഭാടമുള്ള വീട്ടിൽ കിടന്നിരുന്നവരും, അടിക്കടിക്കുന്ന ബെഡിൽ കിടന്ന് രസിച്ചിരുന്നവരും, തണുപ്പ് തപ്പുന്ന AC റൂമിൽ കിടന്ന് സുഖിച്ചവരും, 24 മണിക്കൂറും സുഖിച്ച് രമിച്ച് ജീവിച്ചിരുന്നവരും, എല്ലാവരുടെ വീടും ഒരുപോലെയാ. ഒരാളെ വീടും ടൈൽസ് ഇട്ട് മിനുക്കിയിട്ടില്ല, സിമന്റ് തേച്ച് മിനുക്കിയിട്ടില്ല, ലൈറ്റുകൾ ഘടിപ്പിച്ചിട്ടില്ല, വിശാലത കൂട്ടിയിട്ടില്ല, സൗകര്യപ്പെടുത്തിയിട്ടില്ല. ചെരിഞ്ഞു കിടക്കാൻ മാത്രം വലിപ്പമുള്ളൊരു കബറ്. മുന്നോട്ടില്ല, പിന്നോട്ടില്ല, ഇടത്തോട്ടില്ല, വലത്തോട്ടില്ല. നിന്നെ പതിയതാ കബറിൽ ചരിച്ച് കിടത്തുന്നു. മലർന്ന് കിടത്താൻ പാടില്ലല്ലോ, കമഴ്ത്തി കിടത്താൻ പാടില്ലല്ലോ, കൃത്യമായിട്ട് ചരിച്ചു തന്നെ കബറിൽ കിടത്തണം. സുബ്ഹാനല്ലാഹ്, ഏത് മുതലാളിക്കും, ഏത് തൊഴിലാളിക്കും, ഏത് മുട്ടാള പാവപ്പെട്ടവനും ഒരേ ഡ്രസ്സുകളാ. ബനാറസിന്റെ പട്ടുസാരികളില്ല, 25,000 കോട്ടുകളില്ല, 10,000 തുണികളില്ല, വല്ലേ കോടികളുടെ വാച്ചുകളില്ല. ആ എല്ലാവർക്കും ഒരേ വസ്ത്രം തന്നെയാ. ആ വസ്ത്രത്തിൽ നിന്നെ കിടത്തിയിട്ട്, നിന്റെ മീതെയുള്ള കെട്ടുകൾ അഴിച്ചിട്ട്, നിന്റെ കവിളിന്റെ നേരെ വെച്ചിരിക്കുന്ന തുണി നീക്കിയിട്ട്, ഒരു പിടി മണ്ണെടുത്തിട്ട് അത് വെള്ളം ചേർത്തി കുഴച്ചിട്ട് ഉരുളയാക്കിയിട്ട് നിന്റെ കവിളിന്റെ താഴ്ഭാഗത്ത് വെച്ചിട്ട്, ഒരു തലയിണ പോലെ നിന്റെ കവിളത്തി വെച്ചിട്ട്, നിന്റെ കവിള മണ്ണിലേക്ക് വെച്ചമർത്തിയിട്ട്, ഈ കയറൊക്കെ നിന്റെ മേലെ തന്നെ ഇട്ടിട്ട് ഭാരിച്ച കല്ലുകൾ മേലെ വരുന്നു. ആ കല്ലുകൾ വന്നിട്ട് ഓരോന്നായി അടുക്കി വെക്കുന്നു, ഓരോ ഹോളുകളും അടയ്ക്കുന്നു. എന്തൊരു ചൂടാ, എന്തൊരു ഇരുളാ, എന്തൊരു കഷ്ടപ്പാടാ. ആ കബർ മാറായിട്ട് എല്ലാ ഓളുകളും അടച്ച് ചുറ്റുഭാഗത്തും നിൽക്കുന്ന നിന്റെ പൊന്നോമന മകനാ ഒരു പിടി മണ്ണെടുത്ത് നിന്റെ മേലേക്ക് എറിയുന്നു. നിന്റെ ഭർത്താവിതാ മേലേക്ക് മണ്ണിടുന്നു, നിന്റെ പ്രിയപ്പെട്ട ശിഷ്യനിതാ മേലേക്ക് മണ്ണിടുന്നു. വല്ലാത്തൊരു ധൈര്യമല്ലേ എന്റെ പ്രിയപ്പെട്ട ശൈഖ് ബഹുമാനപ്പെട്ട വൈലത്തൂര് തങ്ങളുപ്പാപ്പാന്റെ കബറിന്റെ മോൾ മണ്ണിടാൻ എനിക്ക് ധൈര്യം വന്നില്ല. ആ ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി ചോദിച്ചിരുന്നു, ഹസൻ തങ്ങളോട് ചോദിച്ചിരുന്നു, ഹുസൈൻ തങ്ങളോട് ചോദിച്ചിരുന്നു.